വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ കോർ സബ്ജക്റ്റ് ആയ നാച്ചുറൽ സയൻസിന്റെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ വിറ്റേക്കറിന്റെ ഫൈറ്റിംഗ് ക്ലാസിഫിക്കേഷൻ ആണ് മനസ്സിലാക്കിയത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ സൈലന്റ് ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ കോട്ട് ഒന്ന് ശ്രദ്ധിച്ചാലോ. യു കാൻ ചേഞ്ച് യുവർ ഫ്യൂച്ചർ, ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ്സ് ആൻഡ് യുവർ ഹാബിറ്റ്സ് ക്യാൻ ഷുവർലി ചേഞ്ച് യുവർ ഫ്യൂച്ചർ. അതായത് നമുക്ക് ഒരിക്കലും നമ്മളുടെ ഭാവിയെ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. എപ്പോഴാണ് നമ്മളുടെ ശീലങ്ങളെ മാറ്റിയാൽ, നമ്മളുടെ പഠനശീലങ്ങൾ, ഉദാഹരണം നമുക്കിപ്പോ പഠനശീലങ്ങളുണ്ട് അല്ലെ, നമ്മൾ പഠിക്കേണ്ടതായ ഒരു സ്ട്രാറ്റജി, ഏത് രീതിയിലാണ് പഠനം കൊണ്ടുപോകേണ്ടത്, ഈ ശീലങ്ങളെയൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കാൻ സാധിക്കുമെങ്കിൽ ഭാവി സുരക്ഷിതമാക്കി നമ്മുടെ സക്സസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതാണ് നമ്മളുടെ ഈ കോട്ടിന്റെ ഒരു ഉള്ളടക്കം. അപ്പോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ സൈലന്റ് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയും, നമ്മള് ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞു അല്ലെ, കിങ്ഡം പ്രോട്ടിസ്റ്റയെ കുറിച്ച് നമ്മൾ ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കിയായിരുന്നു. അപ്പൊ ഇവിടെ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് ആദ്യമായിട്ട് അതിന് ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തത് ആരായിരുന്നു? ഡച്ച് നാച്ചുറലിസ്റ്റ് ആന്റോണിയോ വെൻ ലീവൻഹുക്ക് ആണ്. 1676 1676 ഡച്ച് സയന്റിസ്റ്റ് ആയ ആന്റോണിയോ വെൻ ലീവൻഹുക്ക് ആണ് എന്ത് ഈ കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ സൈലന്റ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തത്. കിങ്ഡം പ്രോട്ടിസ്റ്റ ഡിസ്ക്രിപ്ഷൻ കൊടുത്തത് 1676 ഡച്ച് നാച്ചുറലിസ്റ്റ് ആയ ആന്റോണിയോ വെൻ ലീവൻഹുക്ക് ആണെന്ന് ഓർത്തു വയ്ക്കാം. ഇനി ഓക്കെ, അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതിനെ കൂടുതൽ ഒബ്സർവ് ചെയ്തതും ആ മൈക്രോ ഓർഗാനിസത്തിന് അനിമൽ ക്യൂൾസ് എന്ന പേര് കൊടുത്തതും ആരായിരുന്നു? ഈ പറയുന്ന ആന്റോണിയോ ലീവൻഹുക്ക് ആണ്. ഈ മൈക്രോ ഓർഗാനിസം ഒബ്സർവ് ചെയ്ത് അതിനെ അനിമൽ ക്യൂൾസ് എന്ന് വിളിച്ചു. ഇനി പ്രോട്ടോസോവ എന്ന് പറയുന്ന ടേം ഒരു ഗ്രീക്ക് പദമാണ്. പ്രോട്ടോസോവ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രീക്ക് വേർഡ് ആണ്. അതിൽ പ്രോട്ടോസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോസ് മീൻസ് ഫസ്റ്റ് ആൻഡ് സൂൺ മീൻസ് അനിമൽ. എന്താണ്? പ്രോട്ടോസോവ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ്. ആ പ്രോട്ടോസോയിലെ പ്രോട്ടോസ് എന്ന് പറയുന്നത് ഫസ്റ്റും, അതിന്റെ മീനിങ് ഫസ്റ്റ് എന്നാണ്. ഇനി സൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റഡ് ടു അനിമൽസ് ആണെന്ന് ഓർത്തു വയ്ക്കും. അപ്പൊ എന്താണ് കിങ്ഡം പ്രോട്ടിസ്റ്റയില് നമ്മള് പ്രോട്ടിസ്റ്റയെ കുറിച്ചാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ആദ്യമായിട്ട് പ്രൊവൈഡ് ചെയ്തത് 1676 ആന്റോണിയോ വെൻ ലീവൻഹുക്ക് ആണ് അത് പ്രൊവൈഡ് ചെയ്തത്. അദ്ദേഹം ഒരു ഡച്ച് നാച്ചുറലിസ്റ്റ് ആയിരുന്നു. ഇനി അതിനുശേഷം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അദ്ദേഹം ആ പറയുന്ന ഓർഗാനിസത്തിനെ അനിമൽ ക്യൂൾസ് എന്നാണ്, മൈക്രോ ഓർഗാനിസം അനിമൽ ക്യൂൾസ് എന്നാണ് വിളിച്ചത്. അതുപോലെ തന്നെ പ്രോട്ടോസോവ ഈസ് എ ഗ്രീക്ക് ടേം. പ്രോട്ടോസോവ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ടേം ആണ്. അതിലെ പ്രോട്ടോസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്നും സൂൺ എന്ന് പറഞ്ഞാൽ അനിമൽ എന്നുമാണ് അർത്ഥമാക്കുന്നത്. ഇനി the term protista was first used in 1862 by the German biologist Ernst Haeckel. അപ്പൊ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത്, പ്രോട്ടിസ്റ്റ എന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് ഏർണസ്റ്റ് ഹേക്കൽ ആണ്. പ്രോട്ടിസ്റ്റ എന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് 1862 ഏർണസ്റ്റ് ഹേക്കൽ ആണ് ആ ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. അദ്ദേഹം ഒരു ജർമ്മൻ സയന്റിസ്റ്റ് ആയിരുന്നു. ഏർണസ്റ്റ് ഹേക്കൽ എന്ന് പറയുന്നത് ജർമ്മൻ ബയോളജിസ്റ്റ് ആണ്. ഈ പറയുന്ന പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത് 1862 ആ ടേം കോയിൻ ചെയ്യുന്നതും കൂടെ ഓർത്തു വയ്ക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അക്കോർഡിംഗ് ടു ദ പ്രസന്റ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, നമ്മൾ പറഞ്ഞ ഈ മൈക്രോ ഓർഗാനിസംസ് ഏർണസ്റ്റ് ഹേക്കൽ ഡിസ്ക്രൈബ് ചെയ്തത് എങ്ങനെയാണ്? ഈ മൈക്രോ ഓർഗാനിസത്തിനെ they are neither plant like or animal like. അത് പ്ലാന്റ് ലേക്കും അല്ല അനിമൽ ലേക്കും അല്ല എന്നാണ് ഏർണസ്റ്റ് ഹേക്കൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തത്. അതുകൊണ്ട് അക്കോർഡിംഗ് ടു ദ പ്രസന്റ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, കിങ്ഡം പ്രോട്ടിസ്റ്റ represents an assemblage of polyphyletic taxa of eukaryotic mostly unicellular organisms. അപ്പൊ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രസന്റ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രകാരം അതിനെ ഒരു പോളിഫൈലറ്റിക് ടാക്സ, പോളിഫൈലറ്റിക് ടാക്സിയാണ് അസംബ്ലേജ് ഓഫ് പോളിഫൈലറ്റിക് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ഒന്നിൽ കൂടുതൽ ആൻസിസ്റ്റേഴ്സ് ഉണ്ട്, ഡിസെൻഡൻസ് ഓഫ് മോർ ദാൻ വൺ ആൻസിസ്റ്റേഴ്സ്. അതായത് അത് എന്താണ്? അനിമൽ ലേക്കും ആണ്, അതുപോലെ തന്നെ അനിമൽ ലേക്കും അല്ല, അതുപോലെ തന്നെ നൈദർ ക്ലിയർലി അനിമൽ ലേക്ക് ഓർ ക്ലിയർലി പ്ലാൻ ലേക്ക്. അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ട് അനിമൽ ലേക്കെന്നോ അല്ലെങ്കിൽ പ്ലാൻ ലേക്കെന്നോ പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് അവയെ നമ്മൾ യൂകാരിയോട്ടിക് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്. കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ എലമെന്റ്സ് എന്താണ്? യൂകാരിയോട്ടിക് ആണ്, അതുപോലെ തന്നെ യൂണിസെല്ലുലാർ ആണ്. യൂകാരിയോട്ടിക് ആണ്, യൂണിസെല്ലുലാർ ആണ് അല്ലെ, വ്യക്തമായ ന്യൂക്ലിയസ് ഉണ്ട്.
പിന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട് അല്ലെ, മർമ്മസ്ഥലമുണ്ട്. അതുപോലെ തന്നെ യൂണിസെൽ ഏകകോശ ജീവികളാണ്. യൂണിസെല്ലാർ ആണ്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞു യൂക്കാരിയോട്ടിക് ആണ്, യൂണിസെൽ ഓർഗാനിസംസ് ആണ് കിങ്ഡം പ്രോട്ടിസ്റ്റകൾ എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? ആദ്യം കിങ്ഡം പ്രോട്ടിസ്റ്റേ അല്ലെ, കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ആദ്യം കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ 1676 ആന്റണോ വൻ ലീവൻഹുക്ക് ആണ്. അദ്ദേഹം ഈ മൈക്രോ ഓർഗാനിസത്തിനെ അനിമൽ കൂൾസ് എന്നാണ് വിളിച്ചിരുന്നത്. ഇനി പ്രോട്ടോസോവ എന്ന് പറയുന്ന വാക്ക് വന്നത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അതിൽ പ്രോട്ടോസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്നും സൂൺ എന്ന് പറഞ്ഞാൽ അനിമൽ എന്നുമാണ് അർത്ഥമാക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ ടേം പ്രോട്ടിസ്റ്റ ഡിറൈവ് ചെയ്തിരിക്കുന്നത് 1862 ആ ടേം പ്രോട്ടിസ്റ്റ കൊണ്ടുവന്നത്. അദ്ദേഹം ഒരു ജർമ്മൻ ബയോളജിസ്റ്റ് ഏണസ്റ്റ് ഹേഗലാണ് അത്തരത്തിലൊരു ടേം കൊണ്ടുവന്നത്. And he described microorganisms are neitherly animal like nor plant like. അപ്പൊ അനിമൽ ലൈക്കും അല്ല പ്ലാന്റ് ലൈക്കും അല്ല എന്ന് ഡിസ്ക്രൈബ് ചെയ്തു. ഇനി ഈ പ്രസന്റ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ പ്രോട്ടിസ്റ്റയില് എവിടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? യൂക്കാരിയോട്ടിക് ആണ്, യൂണിസെല്ലാർ ഓർഗാനിസംസ് എന്നാണ് നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് പ്രോട്ടിസ്റ്റയെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തു അല്ലെ, based on the resemblance to higher eukaryotic organisms. Higher eukaryotic organismന്റെ resemblance ആയിട്ടുള്ള resemblance ബേസ് ചെയ്ത് പ്രോട്ടിസ്റ്റയെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. So based on the resemblance to higher eukaryotic organisms, protista can be classified into three. അതായത് യൂക്കാരിയോട്ടിക് ഓർഗാനിസം ഹയർ യൂക്കാരിയോട്ടിക് ഓർഗാനിസമായിട്ട് റിസംബ്ലൻസ് കാണിക്കുന്നത് വെച്ച് പ്രോട്ടിസ്റ്റയെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. They are plant-like protists, that is those protists that resemble plants, and then protists those resemble fungi, that is fungi-like protists, and those which resemble animals, so animal-like protists. So three classification based on this protista classified into three, that is plant-like protists, animal-like protists, fungus-like protists. And first we are going to study about plant-like protists. Here plant-like protists are also called algae-like protists. Plant-like protists are always called algae-like protists. So plant-like protists are also called algae-like protists. That is, the algae-like protists, so they have chloroplast and they live in moist sunny environment. So they have chloroplast. Algae-like protists ആണ്. So അതിന് എന്തുണ്ട്? Chloroplast ഉണ്ട്. Chloroplast ഉണ്ട്. സണ്ണി എൻവയോൺമെന്റിലാണ് ജീവിക്കുന്നത്. They live in moist sunny environment. Moist sunny environment ആണ് ജീവിക്കുന്നത്. So അത്രയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്ലാന്റ് ലൈക്ക് പ്രോട്ടിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആൽഗെ ലൈക്ക് പ്രോട്ടിസ്റ്റ് ആണ്. അതിന് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അത് എവിടെയാണ് ജീവിക്കുന്നത്? മോയിസ്റ്റ് ആയിട്ടുള്ള സണ്ണി എൻവയോൺമെന്റിലാണ് അത് ജീവിക്കാൻ സാധിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഗോൾഡൻ ആൽഗെ അല്ലെങ്കിൽ ക്രൈസോഫൈറ്റ ആൻഡ് ബാസിലേരിയോഫൈറ്റ. അപ്പം ഇതിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ അതാണ് ഗോൾഡൻ ആൽഗെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കി കിങ്ഡം അനിമൽ പ്ലാന്റ് ലൈക്ക് പ്രോട്ടിസ്റ്റ് നമ്മൾ പറഞ്ഞു ആൽഗെ ലൈക്ക് പ്രോട്ടിസ്റ്റ് ആണ്. അതിന് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ അത് എവിടെ കാണപ്പെടുന്നു? മോയിസ്റ്റ് സണ്ണി എൻവയോൺമെന്റിലാണ് അത് ജീവിക്കുന്നത്. മോയിസ്റ്റ് സണ്ണി എൻവയോൺമെന്റ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? ഇനി എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഗോൾഡൻ ആൽഗെ. ഗോൾഡൻ ആൽഗെ ഏതിന് എക്സാമ്പിൾ ആണ്? കിങ്ഡം പ്രോട്ടിസ്റ്റയ്ക്ക് എക്സാമ്പിൾ ആണ്. ഗോൾഡൻ ആൽഗെ ക്രൈസോഫൈറ്റയും ബാസിലേരിയോഫൈറ്റ. എന്താണ്? ക്രൈസോഫൈറ്റ. ഗോൾഡൻ ആൽഗെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, അത് ക്രൈസോഫൈറ്റ ആണ്. ഇനി ഡൈനോഫ്ലജല്ലേറ്റ, പൈറോഫൈറ്റ. ഡൈനോഫ്ലജല്ലേറ്റ അപ്പൊ ക്രൈസോഫൈറ്റ ആണ് ഗോൾഡൻ ആൽഗെ. ഇനി ഡൈനോഫ്ലജല്ലേറ്റ എന്ന് പറയുന്നത് എന്താണ്? പൈറോഫൈറ്റ. അതുപോലെ തന്നെ ഇനി യൂഗ്ലിനോഡ്സിൽ വരുന്നത് എന്താണ്? യൂഗ്ലിനോഫൈറ്റ. യൂഗ്ലിനോഡ്സ് ഏതാണ്? യൂഗ്ലിനോഫൈറ്റ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്ലാന്റ് ലൈക്ക് പ്രോട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? algae like protists. They are contain and they have chloroplast and they live in moist sunny environment. Examples പറയുകയാണെങ്കിൽ ഗോൾഡൻ ആൽഗെ, അതാണ് ക്രൈസോഫൈറ്റ അല്ലെങ്കിൽ ബാസിലേരിയോഫൈറ്റ. പിന്നെ ഡൈനോഫ്ലജല്ലേറ്റ, അതാണ് പൈറോഫൈറ്റ. പിന്നെ നമ്മൾ പറയുന്നതാണ് ഗ്രീൻ ആൽഗെ ഉണ്ട്. അതുപോലെ യൂഗ്ലിനോഡ്സ് ഉണ്ട്. യൂഗ്ലിനോഡ്സ് ആണ് യൂഗ്ലിനോഫൈറ്റ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് പ്ലാന്റ് ലൈക്ക് പ്രോട്ടിസ്റ്റിന് എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പ്ലാന്റ് ലൈക്ക് പ്രോട്ടിസ്റ്റ് കേൾക്കുമ്പോൾ നമ്മൾ പറയണം വിചാരിക്കുക എന്താണ്? ആൽഗെ ലൈക്ക് പ്രോട്ടിസ്റ്റ് ആണ്.
ഇനി ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, ലിവിങ് മോയ്സ്റ്റ് സണ്ണി എൻവയോൺമെന്റ്. എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കും. അടുത്ത ഫംഗസ് ലൈക്ക് പ്രോട്ടിസ്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫംഗസ് ലൈക്ക് പ്രോട്ടിസ്റ്റ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി സാപ്രോഫൈറ്റിക് ആണ്. അപ്പൊ ഫംഗസ് ലൈക്ക് പ്രോട്ടിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് സാപ്രോഫൈറ്റിക് ആണെന്ന് ഓർത്ത് വെക്കാം. ഫംഗസ് ലൈക്ക് പ്രോട്ടിസ്റ്റ് മോസ്റ്റ്ലി സാപ്രോഫൈറ്റിക് ആണ്. സാപ്രോഫൈറ്റിക് എന്താണ്? ഡെഡ് ഡീക്കിംഗ് ഓർഗാനിസത്തിന് ഫീഡ് ചെയ്ത് ജീവിക്കുന്നത് അല്ലെ. ഇനി യൂണിസെല്ലാർ ആണ്, ഏകകോശങ്ങളാണ്. അതുപോലെ തന്നെ മൾട്ടി സെല്ലാർ ആയിട്ടുള്ളതും കാണപ്പെടുന്നുണ്ട്. അപ്പൊ യൂണിസെല്ലാർ ഏകകോശങ്ങളും ബഹുകോശങ്ങളായിട്ടുള്ളത് കാണപ്പെടുന്നുണ്ട്. സം ക്യാരക്ടേഴ്സ് ഓഫ് ഫംഗി ആൻഡ് സം ഓഫ് അനിമൽസ്. ചിലത് ഫംഗലിന്റെ ക്യാരക്ടേഴ്സ് കാണിക്കും, ചിലത് അനിമൽസിന്റെ ക്യാരക്ടേഴ്സും കാണിക്കും. അതാണ് നമ്മൾ ഫംഗസ് ലൈക്ക് പ്രോട്ടിസ്റ്റിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി. നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഫംഗസ് ലൈക്ക് പ്രോട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ പ്രോട്ടിസ്റ്റുകൾ ഫംഗസിനെ അതുപോലെ തന്നെ റിസംബിൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ സാപ്രോഫൈറ്റ്സ് ആണെന്ന് പറഞ്ഞു. യൂണിസെല്ലാർ മൾട്ടിസെല്ലർ ഓർഗാനിസംസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് എന്തൊക്കെ ക്യാരക്ടേഴ്സ് കാണിക്കും? ചിലത് ഫംഗസിന്റെ ക്യാരക്ടേഴ്സ് കാണിക്കും, ചിലത് അനിമൽസിന്റെ ക്യാരക്ടേഴ്സും കാണിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ വാട്ടർ മോൾഡും സ്ലൈം മോൾഡും ഏത് എക്സാമ്പിൾ ആണ്? ഫംഗസ് ലൈക്ക് പ്രോട്ടിസ്റ്റിന്റെ എക്സാമ്പിൾ ആണ് വാട്ടർ മോൾഡും സ്ലൈം മോൾഡും. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് അനിമൽ ലൈക്ക് പ്രോട്ടിസ്റ്റിനെ കുറിച്ചാണ്. അപ്പൊ നെക്സ്റ്റ് വൺ അനിമൽ ലൈക്ക് പ്രോട്ടിസ്റ്റ് ആണ്. അനിമൽ ലൈക്ക് പ്രോട്ടിസ്റ്റ് ആർ ഓൾസോ നോൺ ആസ് പ്രോട്ടോസോവാസ്. പ്രോട്ടോസോവ എന്നറിയപ്പെടുന്നതും അനിമൽ ലൈക്ക് പ്രോട്ടിസ്റ്റ് ആണ്. ഇനി അത് യൂണിസെല്ലുലാർ ആണ്, അതുപോലെ ഹെട്രോട്രോപിക് ആണ്. ഇപ്പൊ യൂണിസെല്ലുലാറുമാണ്, ഹെട്രോട്രോപിക് ആണ്. ഹെട്രോട്രോപിക് മീൻസ് പരപോഷികൾ അല്ലെ. അപ്പം യൂണിസെല്ലുലാർ ആണ്, ഹെട്രോട്രോപിക് ആണ്. അനിമൽ ലൈക്ക് പ്രോട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അനിമൽസിനെ റിസംബിൾ ചെയ്യുന്ന പ്രോട്ടിസ്റ്റ് ആണ്. അപ്പൊ അവയെ വിളിക്കുന്ന പേര് എന്താണ്? പ്രോട്ടോസോവ അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് അനിമൽ പ്രോട്ടോസോവ, അതാണ് നമ്മൾ പ്രോട്ടോസോവ വാക്കിന്റെ ഫസ്റ്റ് സോ മീൻസ് അനിമൽ. അപ്പൊ ഇവിടെ പ്രോട്ടോസോ അനിമൽ ലൈക്ക് പ്രോട്ടിസ്റ്റ് വിളിക്കുന്ന പേരാണ് പ്രോട്ടോസോവ. ഇനി അത് യൂണിസെല്ലുലാർ ആണ്, അതുപോലെ തന്നെ ഹെറ്ററോട്രോപിക് ആണെന്ന് ഓർത്തു വെക്കാം. ഇനി they live as predators or parasites. പരാദങ്ങളായിട്ട് ജീവിക്കുന്നു, പരാതി ജീവികളായിട്ട് ജീവിക്കുന്നു. They live like parasites or predators. അതുപോലെ തന്നെ അതിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ അനിമൽ ലൈക്ക് ഫ്ലജലേറ്റ്സ് ആണ്. ഏത് എക്സാമ്പിൾ ആണ്? ട്രിപ്പാനോസോമ. അനിമൽ ലൈക്ക് ഫ്ലജലേറ്റ്സ് എക്സാമ്പിൾ ആണ് ട്രിപ്പാനോസോമ. ഇനി അമീബോയിഡ് ഫോംസിന് എക്സാമ്പിൾ ആണ് എൻഡമീബയും അമീബയും. ഇപ്പൊ എൻഡമീബയെ ഹിസ്റ്റോളജിക്ക് നമുക്ക് പഠിക്കാറുണ്ട്. അപ്പൊ അമീബോയിഡ് ഫോംസിന് എക്സാമ്പിൾ ആണ് എൻഡമീബ. ഇനി സീരിയഡ് ഫോംസിന് എക്സാമ്പിൾ ആണ് പാരമീസിയം. സീരിയഡ് ഫോംസ് ഓഫ് പ്രോട്ടിസ്റ്റിന് എക്സാമ്പിൾ ആണ് പാരമീസിയം. ഇനി സ്പോറോസോൺസിന് എക്സാമ്പിൾ ആണ് പ്ലാസ്മോഡിയം. അപ്പൊ അനിമൽ ലൈക്ക് പ്രോട്ടിസ്റ്റ് എന്ന് പറയുന്നത് they are also termed as protozoa. They are unicellular as well as heterotrophic. They live as predators or parasites. അതുപോലെ തന്നെ അനിമൽ ലൈക്ക് ഫ്ലജലേറ്റ്സിന് എക്സാമ്പിൾ ആണ് ഇത് ട്രിപ്പാനോസോമ. ഇനി അമീബോയിഡ് ഫോംസിന് എക്സാമ്പിൾ ആണ് എൻഡമീബ. അതുപോലെ സീരിയഡ് ഫോംസിന് എക്സാമ്പിൾ ആണ് പാരമീസിയം. ഇനി സ്പോറോസോൺസ് എക്സാമ്പിൾ ആണ് പ്ലാസ്മോഡിയം കൂടെ ഓർത്തു വയ്ക്കും. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രോട്ടിസ്റ്റുകളുടെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ പ്രോട്ടിസ്റ്റ് പ്രധാനമായിട്ട് ഹയർ യൂക്കാരിയോട്ടിക് ഓർഗാനിസം റിസംബിൾ ചെയ്യുന്നതുകൊണ്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. പ്ലാന്റ് ലൈക്ക് പ്രോട്ടിസ്റ്റ്, ഫംഗസ് ലൈക്ക് പ്രോട്ടിസ്റ്റ്, അനിമൽ ലൈക്ക് പ്രോട്ടിസ്റ്റ്. ഇനി അതിൽ നമ്മൾ പ്ലാന്റ് ലൈക്ക് പ്രോട്ടിസ്റ്റിന് എക്സാമ്പിൾ പറഞ്ഞു. അത് പ്ലാന്റ് ലൈക്ക് പ്രോട്ടിസ്റ്റിന് ആൽഗൽ ലൈക്ക് പ്രോട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അതിന് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, മോയിസ്റ്റ് സണ്ണി എൻവയോൺമെന്റ് ആണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി എക്സാമ്പിൾ പറയുന്നത് ഗോൾഡൻ ആൽഗെ പറഞ്ഞു, ഗ്രീൻ ആൽഗെ പറഞ്ഞു, യൂഗ്ലിനോൾസ് ഒക്കെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ ടൈനോഫ്ലജലേറ്റ്സ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. അതിനുശേഷം പഠിച്ചത് ഫംഗസ് ലൈക്ക് പ്രോട്ടിസ്റ്റ് ആണ്. അപ്പൊ അത് റിസംബിൾ ചെയ്യുന്നത് മോസ്റ്റ്ലി അനിമൽസിന്റെ ക്യാരക്ടേഴ്സും കാണിക്കും, ഫംഗസിന്റെ ക്യാരക്ടേഴ്സും കാണിക്കും. ഇനി സാപ്രോഫൈറ്റിക് ആണെന്ന് പറഞ്ഞു. അതുപോലെ യൂണിസെല്ലാറും മൾട്ടി സെല്ലാറും ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അതിന് എക്സാമ്പിൾ ആണ് വാട്ടർ മോൾഡും സ്ലൈം മോൾഡും എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? അനിമൽ ലൈക്ക് പ്രോട്ടിസ്റ്റ് ആണ്. അതിനെ വിളിക്കുന്നത് പ്രോട്ടോസോവ എന്നാണ്. ഇനി അത് യൂണിസെല്ലർ ആണ്, അതുപോലെ ഹെറ്ററോട്രോപിക് ആണ്. പിന്നെ പാരസൈറ്റ്സ് ആയിട്ടും പ്രിഡേറ്റേഴ്സ് ആയിട്ടും അത് ജീവിക്കുന്നു. ഇനി അതിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ അനിമൽ ലൈക്ക് ഫ്ലജലേറ്റ്സിന് എക്സാമ്പിൾ ആണ് ട്രിപ്പാനോസോമ. അമീബോയിഡ് ഫോംസിന് എക്സാമ്പിൾ ആണ് എൻഡമീബയും അമീബയും. അതുപോലെ സീരിയഡ് ഫോംസിന് എക്സാമ്പിൾ ആണ് പാരമീസിയം. അതുപോലെ സ്പോറോസോൺസ് എക്സാമ്പിൾ ആണ് പ്ലാസ്മോഡിയം എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ സൈലന്റ് ഫീച്ചേഴ്സ് ആണ് നോക്കിയത്. നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് ജസ്റ്റ് ഒരു ഫ്രെയിം വർക്ക് ആണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് പാരസിറ്റിക് പ്രോട്ടോസോൺസും അതിന്റെ എക്സാമ്പിൾസ് പഠിക്കണം. അതിന്റെ ലൈഫ് ഹിസ്റ്ററിയും അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകൾ വരുന്ന ക്ലാസ്സുകളിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് പരീക്ഷയൊക്കെ ആവശ്യമായിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ഫ്രം മീ. താങ്ക് യു.